വിജയിച്ചിരുന്നു. ജാതി രാഷ്ട്രീയം വളരെ കൃത്യമായി ഇന്ത്യയിൽ കൊണ്ടുപോകുന്നതിൽ അവർ വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു. എന്നാൽ 90-കൾ കഴിയുമ്പോൾ ആഗോളവൽക്കരണം ഇങ്ങോട്ട് രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ കേവലം ജാതി രാഷ്ട്രീയം കൊണ്ട് മാത്രം ഇന്ത്യയിൽ നടക്കില്ല, ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയം ആവശ്യമുണ്ട് എന്നൊരു ചിന്ത വരികയും കേരളത്തിൽ പോലും ഈ ആദർശ രാഷ്ട്രീയം മാറി, തത്വാധിഷ്ഠിത രാഷ്ട്രീയം മാറി വികസന രാഷ്ട്രീയത്തിലേക്ക് പോയി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ ഡോക്ടർ എം പി പരമേശ്വരൻ്റെ നേതൃത്വത്തിൽ ഡോക്ടർ തോമസ് ഐസക്കും സി പി നാരായണനും ഡോക്ടർ എം കെ പ്രസാദും, അദ്ദേഹം മരിച്ചുപോയി, അവരുടെ ആർ വി മേനോൻ പിന്നെയാണ് വരുന്നത്. അദ്ദേഹം ഈ ആദ്യത്തിൻ്റെ തത്വം തീരുമാനിക്കുന്നിടത്തൊന്നുമില്ല. ഈ ആദ്യത്തെ സംഘം പിന്നെ കാവുമ്പായി ബാലകൃഷ്ണൻ, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. പിന്നെ പേര് വളരെ വലിയ നേതാക്കളാകാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഒരു സംഘം ആളുകൾ കൊണ്ടുവന്ന പുതിയൊരു തത്വമാണ് വികസനമാണ് ഇനി വേണ്ടത്. പഞ്ചായത്തിൽ പ്രതിപക്ഷം വേണ്ട, പഞ്ചായത്തിൽ ഭരണപക്ഷം മാത്രമേ ഉള്ളൂ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിപക്ഷത്തിലൂടെ കൊടുക്കണം ആ ചെയർമാൻ സ്ഥാനം, അതുകൊണ്ട് പ്രതിപക്ഷമില്ല, ഭരണപക്ഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വികസനമാണ് ഇനി വേണ്ടത്. അല്ലാതെ തൊഴിലാളി വർഗ സർവാധിപത്യം സംഘടിപ്പിക്കലും വിപ്ലവം ഉണ്ടാക്കലും ഈ സമരം ചെയ്യലും സമരവും പിന്നെ ഭരണവും എന്നുള്ള കൺസെപ്റ്റൊക്കെ പോയി. ഇതെല്ലാം താല്പര്യമില്ല, വികസനമാണ് വേണ്ടതെന്നൊരു കാഴ്ചപ്പാട് വച്ചു. അതവിടെ നിൽക്കട്ടെ, ഞാൻ അവിടെ വരാം. അതിനിടയിലാണ് EMSന്റെ അവസാന കാലങ്ങളിലുള്ള ചില ലേഖനങ്ങൾ, ദേശാഭിമാനിയിലൊക്കെ വന്നിട്ട് ലേഖനങ്ങളുണ്ട്, അതിൻ്റെ കോപ്പി വരെ നമ്മുടെ കയ്യിലുണ്ട്. ദേശാഭിമാനിയിൽ അവസാനം EMS പറയുന്നത് ദേവഗൗഡയുടെ, ഇന്ത്യയിലെ ദേവഗൗഡയുടെയും ജനതാദളും, കാരണം ദേവഗൗഡ പ്രധാനമന്ത്രിയാവുന്നുണ്ട്, ദേവഗൗഡയുടെ ജനതാദളും അതുപോലെ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികൾ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുന്ന ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിയിൽ ഗാന്ധിയൻ ചിന്താഗതിക്കാരും, അതായത് ജനതാദൾ പോലുള്ള ഗാന്ധിയൻ ചിന്താഗതിക്കാരും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും കൂടി കൈകോർത്തുകൊണ്ട് കോൺഗ്രസിനെതിരെയുള്ള വലിയ ഒരു ശക്തമായ മുന്നണി ഉണ്ടാകണം. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്നാണ് EMS പറഞ്ഞിരുന്നത്. പക്ഷേ EMSന്റെ തത്വശാസ്ത്രം പരാജയപ്പെട്ടു. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, ഞാൻ EMSനോടൊക്കെ വലിയ ബഹുമാനമുള്ള ആളാണ് കേട്ടോ, പക്ഷെ നമ്മൾ പറയുന്ന ഡേറ്റയാണ്. EMSന്റെ പിന്നെ പ്രസംഗം ധാരാളം കേട്ടിട്ടുണ്ട്, എഴുത്തുകൾ ചിന്തയിലും ദേശാഭിമാനിയിലും ഒക്കെ വരുന്നത് വളരെ ആവേശത്തോടെ വായിച്ചിട്ടുണ്ട്, കാരണം അദ്ദേഹം ഒരു വലിയ ദാർശനികനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുമായിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കീങ്ക്രസ്. അദ്ദേഹം കളിയാക്കുന്ന ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് ചെറിയ വിക്കും കൂടെ വെച്ച് പറയും കീങ്ക്രസ്, കോൺഗ്രസ് കീങ്ക്രസ്, എവരെ നശിപ്പിച്ചാൽ ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി. അങ്ങനെ മാറുന്നതിൻ്റെ ഭാഗമായി BJPയുടെ 2 സീറ്റ് ഉണ്ടായിരുന്ന BJPയോട് ഒപ്പവും സഖ്യമുണ്ടായിരുന്നു.